വൈകി ചെന്ന് നിസ്കരിക്കുന്നവരുടെ നമസ്കാരത്തിന് ശല്യമാകുന്ന രീതിയിൽ ഉറക്കെ ദിക്റുകളും ദുആകളും നടത്തുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ ഹറാമാണ് എന്ന് നമ്മുടെ ഫത്വൽ മൊയ്നിൽ കാണാം. ഷാഫി ഫിഖിലെ ഒരു സാർവത്രികമായി അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്വൽ മൊയ്ൻ എന്ന് പറയുന്നത്. അതിൽ ഇമാമും ജമാഅത്തും എന്ന അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. മലയാളത്തിൽ പരിഭാഷയുണ്ട്, എടുത്തു നോക്കിയാൽ കാണാം. അപ്പോ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പിരിവിന്റെ അനൗൺസ്മെന്റ് അവിടെ ഇരിക്കട്ടെ, ഈ പള്ളിയിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകളും ദുആകളും ഉണ്ടല്ലോ. ഒറ്റക്ക് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടത് കൂട്ടായി ചെയ്യുന്നു. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത. ഇങ്ങനത്തെ ദുആകൾ ഉണ്ടല്ലോ സുന്നത്തിൽ സ്ഥിരപ്പെട്ട, ഇതൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഈ സുന്നിപ്പള്ളികളിൽ ഈ ഉറക്കച്ചൊല്ലി ഇമാമിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഏതാണ്ടെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ആ ദുആ ഒന്നും ഓലുണ്ടാക്കിയതല്ല. അതൊക്കെ നമ്മളും ചെയ്യേണ്ടതാണ്. നമ്മൾ ബിദത്തിനോടുള്ള വിരോധം കൊണ്ട് അവിടെ നിന്നൊക്കെ ചാടി എണീറ്റ് പോയിട്ട് സ്വന്തം ചെയ്യുന്നില്ല, കൂട്ടായും ചെയ്യില്ല എന്ന് വരുന്നത് അതിലും വലിയ പ്രശ്നമാണ്. അപ്പൊ അതല്ല വിഷയം. ഞാൻ പറഞ്ഞു വന്നത് അതുപോലും അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഇവിടെ ഈ ഫുഖഹാക്കൾ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് വൈകി വന്നവരുടെ നമസ്കാരത്തിന് ശല്യമാകുന്ന വിധമാണെങ്കിൽ ഈ ഒച്ചത്തിൽ പറയുന്നത് ഹറാമാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്ന് ആ ഗ്രന്ഥകാരൻ ഈ ഫത്വൽ മൊയ്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളുടെ പിരിവിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പോ അത്തരം സംഗതികൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഇഖാമത്തിന് മുമ്പേ പിരിവ് അനൗൺസ്മെന്റ് ഒരു പരിപാടിയാക്കി എടുത്താൽ അത്തരം സാധ്യതകൾ കൂടി വർദ്ധിക്കാനും ആ പള്ളിയിൽ നിസ്കാരമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കാനും ആയിരിക്കും ഒരു പക്ഷേ അത് ഇടയാക്കുന്നത്.